ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ അത്യാവശ്യം ഓട്ടമുണ്ട്. ഇന്ന് രാവിലെ നല്ല മഴയാണ്, എന്നാലും ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 2 ഓർഡർ പോയി, ചെറുതായിരുന്നു 25 2 ഓർഡർ പോയിട്ടുണ്ട്. അപ്പം അടുത്ത ഓർഡർ പെരുന്തുരുത്തിയിലേക്ക് കാന്താരി റെസ്റ്റോറൻറ്റിൽ അടുത്ത ഓർഡർ എടുക്കുക. അപ്പോൾ ഇന്നലത്തെ പോലെ ഇന്നും നല്ല ഓർഡർ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും പൊതുവെ ഓർഡർ കുറവാണെന്നാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാന്താരി ഓർഡർ ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വന്ന സപ്പോർട്ടിനെല്ലാം നന്ദി. തുടർന്ന് ഇതുപോലുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഓർഡർ എടുത്തിട്ട് കാണാം. ഞാൻ ലാസ്റ്റത്തെ ഓർഡർ കൊടുത്തു. ലാസ്റ്റത്തെ ഓർഡർ ABC എന്നാണ് കൊടുത്തത്. ABC കൊടുത്തിട്ട് ഇപ്പം വീട് വരെ വന്നു. വീടിൻ്റെ അടുത്തോട്ടായിരുന്നു ഓർഡർ. അപ്പോൾ ഇതിലൊക്കെ കഴിച്ചേച്ച് നമുക്ക് പോയേക്കാം. കൊച്ചിനെ കോഴി വിടാൻ പോയേക്കുവാന്നു. കോഴി വിടാൻ പോയിട്ട് എന്നാൽ പിന്നെ രാവിലത്തെ വല്ലതും കഴിച്ചേച്ചങ്ങ് പോവാം. അടുത്ത ഓർഡറിലേക്ക് നമുക്ക് അങ്ങൊരു ഗുണമുണ്ട്. നമ്മുടെ വീട് സോണിനകത്താണ് നമ്മുടെ വീട്. അത് കാരണം വീട്ടിൽ വന്നിരുന്നാലും മതി ഓർഡർ അടിച്ചപ്പോൾ. അങ്ങൊരു ഗുണമുണ്ട്. അപ്പോൾ വല്ലതും കഴിച്ചിട്ട് കാണാം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച് KFC വലിയകുളം KFCയിൽ നിന്ന് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. 45 കിലോയുടെ ഓർഡർ. അപ്പോൾ ഓർഡർ എടുത്തിട്ട് കാണാം. അടുത്ത ഓർഡർ അടിച്ച് നമുക്ക് ചിക്കിങ്ങിൽ നിന്ന് നമ്മുടെ ചിങ്ങമരത്തോട്ടായിരുന്നു. 25 രൂപ ഓർഡറാണ്. അതുകൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് ബൈപ്പാസ് വരെ വന്നപ്പം അടുത്ത ഓർഡർ അടിച്ചു. അങ്ങനെ ചിക്കിങ്ങിൽ നിന്ന് വന്നു. ചിക്കിങ്ങിൽ നിന്ന് കൊടുത്ത് തിരിച്ച് വന്ന വഴി ജോസേട്ടാരെയും അടിച്ചു. ജോസേട്ടായി വന്നിരിക്കുമ്പോൾ ഒരു മൾട്ടി അടിച്ചിരിക്കുന്നു. ഈ ജോസേട്ടായാലും ഓർഡർ എടുത്തിട്ട് വേണം ഇനി അവിടെ നിന്ന് മൾട്ടിയാണ്. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ല. മൊത്തത്തിൽ ഇങ്ങനൊരു മൂടി നിൽക്കുക. മഴ പെയ്താൽ മുഞ്ചി. മഴക്കൊട്ടൊന്നുമില്ല. മഴ പെയ്താൽ ഇന്ന് മൊത്തം മതി. അപ്പോൾ ഓർഡർ അപ്പം നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത് ഒരെണ്ണം കറിവച്ചാൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി. അങ്ങനെ 1 മണിക്കൂറത്തേക്ക് എൻ്റെ അക്കൗണ്ട് ബ്ലോക്കായി. അപ്പോൾ 1 മണിക്കൂറാണ് ഇതൊന്ന് അഴിഞ്ഞു കിട്ടാൻ. എന്നാ വകുപ്പാകുന്ന നമുക്കറിയത്തില്ല. അപ്പോൾ കസ്റ്റമർ കെയറിനൊക്കെ വിളിച്ച് ചോദിച്ചോണ്ട് അത് ക്യാൻസലേഷൻ്റെ ആണ്. ഞാൻ അറിഞ്ഞു പോലുമില്ല ക്യാൻസലായി. അത് 1 മണിക്കൂറത്തേക്ക് ബ്ലോക്കായി. അത് കഴിഞ്ഞ് അങ്ങനെ ടിക്കറ്റ് റൈസ് ചെയ്തു. വെയിറ്റിംഗ് ആയി. 1/2 മണിക്കൂറോടുണ്ട്. 1/2 മണിക്കൂറും കഴിയുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ ഒരു പാഠമാണ്. ക്യാൻസലേഷൻ വന്നാൽ അക്കൗണ്ട് ബ്ലോക്കായി. അക്കൗണ്ട് ബ്ലോക്കാക്കി ഇങ്ങനെ കിഴക്കോട്ടും നോക്കി നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ 1/2 മണിക്കൂറുണ്ടോ? ഇനി 28 മിനിറ്റോടുണ്ട്. 28 മിനിറ്റോടെ കഴിഞ്ഞ് ഓപ്പണായാൽ ഓപ്പണാണ്. ഇവരൊക്കെ പറയുമ്പോൾ 1 ദിവസത്തേക്കൊക്കെ ആണെന്നാൽ ഓരോരുത്തന്മാരിട്ട് പേടിപ്പിക്കും. ഇപ്പോൾ 1 മണിക്കൂറത്തേക്കേ കിട്ടിയിട്ടുള്ളൂ. ടിക്കറ്റ് റൈസ് ചെയ്യാൻ പറഞ്ഞു. ടിക്കറ്റ് റൈസ് ചെയ്തു. ഇപ്പോൾ കേട്ടോ KFCയുടെ വാതിക്കാൻ നിൽക്കുക. അപ്പോൾ റെഡിയാവുകയാണ്. അടുത്ത ഓർഡർ എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓർഡർ എടുക്കാൻ വേണ്ടി ഈറ്റ് ആൻഡ് ഡ്രിങ്കിൻ്റെ വാതിക്ക വന്നപ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്കിൻ്റെ വാതിക്ക് അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി വന്നിരിക്കുക. അടുത്ത ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5 മിനിറ്റ് കൂടെ ഉണ്ട് നമ്മളെ ബ്ലോക്ക് മാറാൻ. 5 മിനിറ്റുള്ളിൽ ബ്ലോക്ക് മാറും. ബ്ലോക്ക് മാറിക്കഴിഞ്ഞ് അടുത്ത ഓർഡർ കിട്ടും.
ബ്ലോക്ക് മാറിയ അടുത്ത ഓർഡർ എടുക്കും, ഇല്ലെങ്കിൽ ഈ വഴി വീട്ടിൽ പോകും. എന്തായാലും വെയിറ്റിംഗ് ആണ് ഈറ്റ് ആൻഡ് ഡ്രിങ്കിൻ്റെ വാതിക്ക്. ഇതാണ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. നമ്മുടെ ചങ്ങനാശ്ശേരി പാലാത്ര ബൈപ്പാസ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന് പറയും. ആ ഈറ്റ് ആൻഡ് ഡ്രിങ്കാണ് ഇത്. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ഇതാണ് ഈറ്റ് ആൻഡ് ഡ്രിങ്ക്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് മാറി, ആപ്പ് ഓപ്പണായി, ഓൺലൈനിൽ അപ്പോൾ ഓർഡറിന് വെയിറ്റ് ചെയ്യും. അടുത്ത ഓർഡർ എടുത്തിട്ട് കാണാം. ഇപ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ചാൻസ് അതിൻ്റെയൊക്കെ സമുദ്ര കുറേ റെസ്റ്റോറൻറ്റിൻ്റെ നടുവിലായിരിക്കുന്നത്. എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയാൽ ഓക്കെ. അപ്പോൾ ഒരു ജിക്കൂടെ ബുക്ക് ചെയ്തു. അപ്പോൾ 10 മണി വരെയുള്ള 9 മണി വരെയാണ്. അപ്പോൾ 9 മുതൽ 10 മണി വരെയുള്ള ജിക്കൂടെ ബുക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും 2 മണിക്കൂർ ഓഫ്ലൈനിൽ പോയതല്ലേ. അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി 1 മണിക്കൂർ കൂടെ എക്സ്ട്രാ ബുക്ക് ചെയ്തു. നാളെ ഫുള്ളാണ് ബുക്ക് ചെയ്തു. അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മളെ മെഡലുണ്ട്, ബ്ലൂ, ബ്രോൺസ്, സിൽവർ. അപ്പോൾ ഞാൻ ബ്രോൺസിൽ കിടന്നതാണ്, എന്നെ ബ്ലൂവിലാക്കി. ഇനിയിപ്പം അടുത്ത ഒരാഴ്ച കൂടെ പട്ടി ഓട്ടം ഓടിയാൽ ഭരിച്ച് കിടന്ന് ഓടിയെങ്കിൽ ഇനി നമുക്ക് തിരിച്ച് ബ്ലൂവിലാവാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ ഇപ്പം പിന്നെയും ബ്ലൂവിലായി, ഇനിയും ബ്രോൺസിലാവണം. ബ്രോൺസിലായാലും ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ജിഗ്സ് ഒരു ദിവസം മുന്നേ ബുക്ക് ചെയ്യാം. ഇപ്പം നാളെ കഴിഞ്ഞത്തെ നമുക്ക് ഇന്നേ ബുക്ക് ചെയ്യാം. ഇതിപ്പം നാളത്തെ നമ്മൾ ഇന്ന് 3:20 ആകുമ്പോഴേ നാളത്തെ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ബ്ലൂ ഇപ്പോൾ ഇനി അടുത്ത ആഴ്ച മൊത്തം ഞാൻ ബ്ലൂവിലായിരിക്കും. അപ്പോൾ ഫുള്ള് നമുക്ക് ചിലപ്പം ജിഗ്സൊക്കെ ബുക്കായിരിക്കും. അങ്ങനെ വലുതായിട്ട് നമുക്ക് ഓർഡറൊന്നും എടുക്കാൻ പറ്റിയാൽ ഇനി ഏണിങ്സ് ഒന്നും കിട്ടത്തില്ല അടുത്ത ആഴ്ച. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഒരു പണിഷ്മെൻ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഒരാഴ്ച മരിച്ച് കടന്ന് ഓടണം. 98 ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യാതെ ഓടിയാൽ 98 ഓർഡറും 9 ജിഗ്സും ഇൻകംപ്ലീറ്റ് ആയ സക്സസ് ആയിട്ട് 9 ജിഗ്സ് ഓടണം. ക്യാൻസലേഷനും ഇല്ല, കറക്റ്റായിട്ട് 98 ഓർഡർ ഓടണം. എങ്കിലും ഞാൻ ഇനി ബ്രോൺസിലോട്ട് പോകും. എന്നാ ചെയ്യാതെ ഒരു ക്യാൻസലേഷൻ വരുത്തി വെച്ച വിലയാണ്. അപ്പോൾ അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ്. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, മഴയുണ്ട്, അത്യാവശ്യം മഴയുണ്ട്. മഴയൊന്നുമില്ലെങ്കിൽ തകർക്കാം. അപ്പോൾ അടുത്ത ഓർഡർ എടുത്തിട്ട് കാണാം. അപ്പോൾ അടുത്ത ഓർഡർ AC മേടിച്ച് കിട്ടുമോ? പക്ഷേ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഫോണിൻ്റെ പുറത്ത് ക്യാമറ ഇട്ടു, ക്യാമറ അത്ര ലൈറ്റ്. അപ്പോൾ AC അടുത്ത ഓർഡർ അടിച്ച് വയ്ക്കുകയാണ്. അത് വെയിറ്റിംഗ് ആയിട്ട് ഈ താമസിക്കുന്നത്. അപ്പോൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ച് പിസ്സ ഹട്ടിൽ നിന്ന് ലോങ്ങാണ് 65 രൂപയുടെ ഓർഡർ. പിന്നെ ലോങ്ങാണ്. അപ്പോൾ ലാസ്റ്റ് ഓർഡറാണ്. അപ്പം ഇതും കഴിഞ്ഞ് ഓഫ് ചെയ്യുക, വീട്ടിൽ പോവുക. അത്യാവശ്യം നല്ല മഴ, ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മൾ ഫ്രണ്ട് കാണാം, വണ്ടി ഓടിച്ചതും ഒന്നും കാണാൻ പറ്റില്ല, അതുപോലെ മഴ. അപ്പോൾ പിന്നെ റെസ്റ്റോറൻറ്റ് അതുപോലെ ലേറ്റ്. ഇത് കാണുന്ന പോലെ റെസ്റ്റോറൻറ്റുകാരുണ്ടെങ്കിൽ അവരൊരു കാര്യം ചിന്തിക്കുക, നമ്മൾ ഈ ഫുഡ് എടുക്കാൻ വന്നിട്ട് അത് കൊടുത്തെങ്കിലല്ലേ അടുത്ത ഓർഡർ എടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി റെസ്റ്റോറൻറ്റ് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് എന്തൊരു റെസ്റ്റോറൻറ്റിൽ കയറി 1 മണിക്കൂറിന് മേളിൽ ഇല്ല ഫുഡിന് വേണ്ടി. അപ്പോൾ അവരോട് പറയുമ്പോൾ നിങ്ങൾ ഫുഡ് എടുത്ത് ഞങ്ങൾക്ക് ഇവിടുത്തെ കസ്റ്റമർക്ക് കൊടുത്തിട്ടേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണ് പിന്നെ ഈ ഓർഡർ എടുക്കാൻ പോകുന്നത്. അത് വേണ്ടാന്ന് വെച്ചപ്പോഴേ അപ്പോൾ ഓർഡർ എടുക്കുക. അപ്പം എല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ പിസ്സ ഹട്ടി വെയിറ്റിംഗ് ഓർഡറിന് വേണ്ടി അടുത്തിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിൽ വന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിട്ട് ഓടി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാതെ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പ് ബൈ.